നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മുഖത്ത് നല്ല ടെൻഷൻ, അതുകൊണ്ട് ചോദിച്ചതാ. എന്ത് ടെൻഷൻ? അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തിനാ ടെൻഷൻ? ഒന്നുമില്ല ശ്യാമേ, സത്യമായിട്ട് ഒന്നുമില്ല. ആ ചെറിയൊരു തലവേദനയുണ്ട്, അതായിരിക്കും ചിലപ്പോ. നിനക്കിപ്പോ മരുന്ന് നിഷേധിക്കാൻ എന്താ കാരണം? അതൊന്ന് കേൾക്കട്ടെ. ഞാൻ എടുത്തു കൊടുത്തോണ്ട് തന്നെ. ആണോടാ? അച്ഛാ, മരുന്ന് ഇവിടെ ഉണ്ടല്ലോ, വേണമെന്ന് തോന്നി ഞാൻ എടുത്ത് കഴിക്കില്ലേ? എല്ലാരും കൂടി ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ. അച്ഛാ, ഒന്നും കിടന്നുറങ്ങി കഴിഞ്ഞാൽ തീരുന്ന കാര്യമുള്ളൂ. ഞാൻ കിടന്നോളാം. എന്നാ പിന്നെ അവൻ കിടന്നുറങ്ങട്ടെ. മോളെ, ഇന്ന് നീ മുത്തശ്ശിയുടെ മുറി കിടക്ക. അയ്യോ വേണ്ടമ്മേ, അത് മതി. വല്ല പകർച്ചപ്പനിയോ മറ്റോ ആണെങ്കിൽ അത് മോളും കൂടി മേടിച്ചെടുക്കണ്ട, അതുകൊണ്ടാ. കൊച്ചുകുട്ടിയായിരുന്നെങ്കിൽ പേടിപ്പിച്ചെങ്കിലും അനുസരിപ്പിക്കാമായിരുന്നു. ഇതിപ്പോ അതിനും നിർവാഹമില്ലല്ലോ. ഞാൻ വന്നോളാം. മോള് ചെല്ല്, ചെല്ല്. എന്താടാ ഇത്ര ദേഷ്യമൊക്കെ? അസുഖം നിന്റെ ശരീരത്തിനല്ല, മനസ്സിന്. അതെനിക്ക് മനസ്സിലായി. നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും നടക്കില്ല മുത്തശ്ശി. എന്തു പറ്റി മോനെ? ഞാനേ ഇന്ന് അഡ്വക്കേറ്റിനെ കണ്ടിരുന്നു, റേങ്കി ആയിട്ടുള്ള ഡിവോഴ്സിന്റെ കാര്യത്തിന്. കൃത്യമായ കാരണമില്ലാതെ ഡിവോഴ്സ് അനുവദിച്ച് കിട്ടില്ല എന്ന് അവർ പറയുന്നു. ഇനി അവളായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവാതെ എനിക്കൊരു ജീവിതമില്ല. വിഷമിക്കല്ലേടാ, ഈ കോടതിയൊന്നും അല്ലല്ലോ, ദൈവത്തിന്റെ കോടതിയിലല്ലേ എല്ലാത്തിനും പരിഹാരം നിർദ്ദേശിക്കാൻ. എനിക്ക് മടുത്തു മുത്തശ്ശി, എനിക്ക് മടുത്തു. എല്ലാം കൂടി ആലോചിക്കുമ്പം തലയ്ക്ക് വല്ലാത്തൊരു കനം. ഈ ചൂടും ജലദോഷമൊക്കെ അങ്ങനെ വന്നത്. ഭഗവാനെ, എന്തൊക്കെയാ കേൾക്കുന്നേ? ഡിവോഴ്സോ? അത് നടക്കില്ലെന്ന് പറഞ്ഞു നന്നായി. ഞാനിപ്പോ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? റീനയ്ക്ക് വേണ്ടിയോ അതോ വരുണിന് വേണ്ടിയോ? ഹലോ മാഡം, സോണിയ, നീ എവിടെയുണ്ട്? ഞാനിപ്പോ ടൗണിലാ മാഡം. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു പോകും. എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്. ഓക്കെ മാഡം. സോണിയ, ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എവിടെയെങ്കിലും പഴിച്ചു പോയാ എന്റെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന കാര്യം. കുഴിച്ചു മൂടിയതൊക്കെ പുറത്തെടുക്കാൻ ഇതല്ലാതെ വേറെ മാർഗമില്ല. ബാക്കിയൊക്കെ ഞാൻ നേരിൽ പറയാം.
ഓക്കെ? ഐശ്വര്യ, എന്താ ശ്യാമേ? എന്താ ഐശ്വര്യ, എന്താ കുഴിതോണ്ടി എടുക്കുന്ന കാര്യം പറയുന്ന കേട്ടല്ലോ ഫോണില്. ഓ, അതോ എന്റെ ഒരു ഫ്രണ്ടാ വിളിച്ചത്. കോളേജിൽ ഒന്നിച്ച് പഠിച്ചിരുന്നൊരു ഫ്രണ്ട്. അവളോട് സംസാരിക്കുമ്പോ എപ്പോഴും ഇങ്ങനെയാ. എങ്ങനെ? നിങ്ങളെന്താ കോളേജിൽ പഠിക്കുമ്പോ കൊള്ളസംഗീതം എന്തെങ്കിലും നടത്തിയിരുന്നോ? അമൃതയടുത്ത് എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? ഐശ്വര്യക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ഐശ്വര്യ നന്നായിട്ട് വിയർക്കുന്നുണ്ടല്ലോ. മുഖത്ത് നല്ല ടെൻഷനും, അതുകൊണ്ട് ചോദിച്ചതാ. എന്ത് ടെൻഷൻ? അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തിനാ ടെൻഷൻ? ഒന്നുമില്ല ശ്യാമേ, സത്യമായിട്ട് ഒന്നുമില്ല. ആ, ചെറിയൊരു തലവേദനയുണ്ട്, അതായിരിക്കും ചിലപ്പോ. നിങ്ങൾ പോയി കിടന്നോളൂ. തലവേദനയുടെ കാര്യമായതുകൊണ്ടേ സൂക്ഷിക്കണേ ഐശ്വര്യ. വാ. ശ്യാമേ, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഉണ്ട്. ഐശ്വര്യയുടെ കാര്യമായതുകൊണ്ട് പ്രശ്നം എന്താന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ ഇടപെടുന്നത്. ഇനി രാധിക മോളുടെ കാര്യമില്ലതും. ഏയ്, അതായിരിക്കാൻ സാധ്യതയൊന്നുമില്ല. തൽക്കാലം രാധിക ഐശ്വര്യ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ സൂക്ഷിക്കണം. മോളുടെ കാര്യം ഒരിക്കലും ഐശ്വര്യടത്തെ അറിയരുത്. അറിഞ്ഞ പിന്നെ എന്റെ സമാധാനം മുഴുവൻ പോവും. ഐശ്വര്യ ഞാൻ ശ്രദ്ധിച്ചോളാം. അവളുടെ നീക്കങ്ങൾ കണ്ടാൽ അവളുടെ മുഖത്തിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.